നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഖാദി ബോർഡ് LDC മെയിൻസ് എക്സാമിന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ദിവസം നടന്ന ഖാദി ബോർഡ് LDCയുടെ മാത്സ് ആൻഡ് മെന്റലിറ്റി എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ LDC TVMന്റെ മാത്സ് ആൻഡ് മെന്റലിറ്റി എക്സ്പ്ലനേഷൻസ് ഇട്ടിരുന്നു. അപ്പൊ അത് കാണാത്തവരതൊന്ന് കണ്ടു നോക്കുക. നമ്മൾ ഖാദി ബോർഡ് LDCയുടെ മൊത്തം അനാലിസിസ് ചെയ്തിരുന്നു. അപ്പൊ എല്ലാവരും മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ചോദിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഈ LDC TVMഉം ഖാദി ബോർഡും രണ്ടും ഏറെക്കുറെ സെയിം ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മാത്സ് മെന്റൽ എബിലിറ്റി മാത്രമല്ല, എല്ലാ ക്വസ്റ്റ്യൻസും. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്നവര് ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കിയിട്ട് പോവാം. നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ഒന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോ 53, 61, 43, 91. അപ്പോ ഇതില് ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോ ഇതില് ആൻസർ എന്ന് പറയുന്നത് 91 ആണ്. എന്താന്ന് വെച്ചാല് 53, 61, 43 ഇവയെല്ലാം അഭാജ്യ സംഖ്യകളാണ്. അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ 91 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. അതിന് 7ഉം 13ഉം അതിനൊരു എന്താണ് ഘടകങ്ങളായിട്ട് വരുന്നുണ്ട്. അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒന്നും ആ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ട് വരുന്നതിനാണ് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പൊ 53, 61, 43 ആ നമ്പറും ഒന്നും മാത്രമേ ഘടകങ്ങളായി വരുന്നുള്ളൂ. അതുകൊണ്ട് അത് പ്രൈം നമ്പേഴ്സ് ആണ്. 93 7ഉം 13ഉം ഘടകങ്ങളായി വരുന്നുണ്ട്. അപ്പൊ അതിന് 91 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല. അപ്പൊ ഒറ്റയാൻ എന്ന് പറയുന്നത് 91 ആണ് ഇതില്. അടുത്തതൊരു സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് കണ്ടിട്ട് ചിലർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് സാധാരണ നമ്മൾ എന്താണ് ക്യൂബ് റൂട്ട് ആണ്. ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് ഘനമൂലം. ഇത് 1/2 ആയിരുന്നുവെങ്കിൽ, ഇവിടെ 1/2 ആയിരുന്നുവെങ്കിൽ വർഗമൂലം, അതായത് സ്ക്വയർ റൂട്ട്. ഇപ്പൊ ഇത് 1/3 ആയതുകൊണ്ട് ഘനമൂലം അല്ലെങ്കിൽ വർഗമൂലം എന്ന് പറയാം. ഇപ്പൊ 125ന്റെ എന്താണ് 1/3 ആണ് നിങ്ങൾ കാണാൻ ചോദിച്ചിരുന്നെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് 125. ആൻസർ 5. ഇത്രയേ ഉള്ളൂ. ഇത് പിന്നെ എല്ലാത്തിലും കൂടി തന്നിരിക്കുന്നതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അടുത്ത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. 11 ക്യൂബ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഇതിനകത്തേക്കുള്ളത് ചെയ്യണം. ബ്രാക്കറ്റിനകത്തേക്കുള്ളത് ചെയ്യുക. 11 ക്യൂബ് എന്ന് പറയുന്നത് 1331 ആണ്. 20 സ്ക്വയർ എന്ന് പറയുന്നത് 400 ആണ്. പിന്നെന്താ -3 ഇൻറ്റു ദ ഹോൾ 1/3 ആണ്. ദ ഹോൾ സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് 1/3 ആണ്. ഹോൾ റൈസ് ടു 1/3 എഴുതുക. 1/3 എന്ന് പറയുന്നത് ക്യൂബ് റൂട്ടായിട്ട് വരും. അപ്പൊ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോഴത്തേനും 1728ന്റെ ഘനമൂലമാണ് കാണേണ്ടത്. അതെങ്ങനെയാന്ന് വെച്ചാല് ക്യൂബ് റൂട്ട് ഓഫ് 1728 ആൻസർ എന്ന് പറയുന്നത് 12 ആയിട്ട് വരും. ആൻസർ D ആണ് ആൻസർ. അപ്പോ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ 1/3 എന്ന് വരുമ്പോ നമ്മൾ അതിന്റെ ക്യൂബ് റൂട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ അകത്തേക്കുള്ള സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. അപ്പൊ ആൻസർ ഇതിന്റെ 12 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ സംഖ്യാശ്രേണി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 3, 8, 15, 24 നമുക്ക് അടുത്തടുത്തുള്ള സംഖ്യകളാണ് വരുന്നതെങ്കിൽ നമുക്കൊന്ന് ഡിഫറൻസ് എടുത്ത് നോക്കാം. അപ്പൊ 3ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. 8ഉം 15ഉം 7 ആണ് ഡിഫറൻസ്. 15ഉം 24 9 ആണ്. അപ്പൊ എന്താണ്? ഒറ്റ സംഖ്യകളാണ്. 5, 7, 9. അടുത്തെന്തായിരിക്കും? 11 ആയിരിക്കും. അപ്പൊ 24 + 11 എന്ന് പറയുമ്പോൾ ആൻസർ 35 ആണ് ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾ അടുത്തടുത്തുള്ള സംഖ്യകളാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കുറച്ച് നോക്കുക. വലിയ സംഖ്യകളാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ തീരെ ചെറുതാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. കൂടുതലും വരുന്നത് അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പം ചിലപ്പോൾ ഇരട്ട സംഖ്യകളായിരിക്കും. ഇതിപ്പോ വന്നത് ഒറ്റ സംഖ്യയാണ്. അപ്പം ഡിഫറൻസ് എടുത്ത് നോക്കുക. അപ്പൊ ഒറ്റ സംഖ്യ അടുത്തത് ആൻസർ പറയുന്നത് 35 ആണ്. 24 + 11. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
രാജുവിന് ഒന്നാം പാദ പരീക്ഷയിൽ 62 മാർക്കും രണ്ടാം പാദ പരീക്ഷയിൽ 48 മാർക്കും കിട്ടി. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്ക് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചിലർ സിംപ്ലിഫിക്കേഷൻ മാത്രമേ ചെയ്യുള്ളൂ മാത്സിൽ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അത് 1-2 തവണ വായിച്ചു നോക്കുക. ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് വളരെ എളുപ്പമുള്ളതാണ്. ആവറേജ് ആണ്. LDC TVM-നും ആവറേജ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതിനും കാതിക്കും ശരാശരി ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിലും ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാം പാദ പരീക്ഷ 62, രണ്ടാം പാദ പരീക്ഷ 48. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്ക് കിട്ടും. അപ്പൊ മൊത്തം 3 പരീക്ഷയുണ്ട്. ഒന്നാം പാദം, രണ്ടാം പാദം, വാർഷിക പരീക്ഷ. അത് മനസ്സിലായി. മൊത്തം 3 പരീക്ഷയുണ്ട്. മൊത്തം എത്രയാണ് ശരാശരി? എത്രയാണ്? 60 മാർക്ക് കിട്ടും. അപ്പം 60 മാർക്ക് കിട്ടണമെങ്കിൽ 60 × 3 180 ആയിരിക്കും ടോട്ടൽ മാർക്ക്. 3 എക്സാമിന്റെ മാർക്കുകളും കൂടെ കൂട്ടി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ശരാശരി. അപ്പൊ ആ ശരാശരിയാണ് 60 എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ മാർക്ക് കിട്ടാനായിട്ട് 60 × 3 ചെയ്യുമ്പം 180 കിട്ടി. എന്നിട്ട് പറയുന്നുണ്ട് ഒന്നാം പാദ പരീക്ഷയിൽ 62 മാർക്കും രണ്ടാം പാദ പരീക്ഷയിൽ 48 മാർക്കും കിട്ടി. അപ്പൊ മൂന്നാം പരീക്ഷയിൽ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ശരാശരിയും തന്നിട്ടുണ്ട്. അപ്പോ 62ഉം 48ഉം 110 കിട്ടും. അപ്പൊ 2 പരീക്ഷയ്ക്കും കൂടെ 110 കിട്ടി. ടോട്ടൽ മാർക്ക് 180 ആണ്. അപ്പം മൂന്നാമത്തെ പരീക്ഷയ്ക്ക് കിട്ടിയത് എത്രയായിരിക്കും? 180 - 110 70 ആയിരിക്കും ആൻസർ ബി ആണ് 70. ശരാശരി എല്ലാവരും പഠിച്ചിട്ട് പോവുക. ശരാശരി ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡയറക്ഷൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻസ്. അപ്പം ഡയറക്ഷൻ കാണുമ്പോൾ തന്നെ ചിലര് പോകും. പക്ഷെ ഇത് വളരെ എളുപ്പമുള്ള ഡയറക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിലൊന്ന് വരച്ചു നോക്കാം. ഈസ്റ്റ് കിഴക്ക്, വെസ്റ്റ് പടിഞ്ഞാറ്, സൗത്ത് തെക്ക്, നോർത്ത് വടക്ക്. അപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നതാണ് രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അത് വരച്ച് നമുക്ക് പോവാം. രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. എത്രയാണ്? 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ചിലർക്ക് തെറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ആള് നിൽക്കുന്ന ഇങ്ങോട്ടാണ്. അപ്പൊ ആൾ ഇവിടെ നിൽക്കുമ്പോഴത്തേനും 3 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. നിൽക്കുന്ന ആളിന്റെ വലത്തേക്ക് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. 3 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അപ്പൊ ആള് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ നിന്ന് വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ. ഇവിടെ നിൽക്കുന്ന ഒരാളിന്റെ ഇടത് ഇങ്ങോട്ടാണ്. ഇടത്തേക്ക് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് വീണ്ടും ഇടത്തേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ ഇവിടെ നിൽക്കുന്ന ആളിൻ ഇങ്ങോട്ട് നോക്കി നിൽക്കുവാണ് ആള്. അപ്പൊ അയാളുടെ ഇടതെന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. അങ്ങോട്ടേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചു ഒരു സ്ഥലത്തെത്തി. ഇവിടെ എത്തി. എങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്? തുടങ്ങിയ സ്ഥലം ഇവിടെയാണ്, എൻഡ് ചെയ്തത് ഇവിടെയാണ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ഇത്രയും 5 കിലോമീറ്റർ ആണ്. ഇവിടോട്ട് ഇതുവരെ 4 ആണ്. ഇവിടുത്തെ സെയിം തന്നെ ആയിരിക്കും 4. അപ്പൊ 5 × 4 9. ബി ആണ് ആൻസർ, 9 കിലോമീറ്റർ. അപ്പോൾ ഡയറക്ഷൻ നോക്കി വെച്ചേക്ക്. ഇത് കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തൊരു സിംപ്ലിഫിക്കേഷൻ ആണ്. ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞാല് ഇവിടെ എത്ര ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇവിടെ എണ്ണുണ്ട് 6.25. അവിടെയും 2 എണ്ണം ഉണ്ട്. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 2, മൊത്തം 4. ഇവിടെയും 4, ഇവിടെയും 4. 4 ക്യാൻസൽ ആയി പോകും. അപ്പം ഇത് ക്യാൻസൽ ആയി, ദശാംശ സ്ഥാനങ്ങൾ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് നോർമൽ സംഖ്യ എഴുതി ചെയ്യുന്നത് പോലെ ചെയ്യാം. നോർമൽ ആയിട്ട് സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന പോലെ. അതിന്റെ എന്ന് വെച്ചാൽ ഇപ്പൊ 0.36 × 6.25 by 0.5 0.06. ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ഇവിടെ നമ്മൾ 4 0 വെച്ചിട്ട് 10,000 കൊണ്ട് ഗുണിക്കും. ഇവിടെയും അതുപോലെ തന്നെ 10,000 കൊണ്ട് ഗുണിക്കും. അപ്പം രണ്ടും സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. സാധാരണ ഇപ്പൊ വേറെ ദശാംശ സ്ഥാനങ്ങളായിരുന്നു ക്യാൻസൽ ആയി പോയില്ല. ഒരു 0 അവിടെ കിടക്കും. അത് വെച്ചിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. പക്ഷെ ഇത് എളുപ്പമാണ്. ഇവിടെ മുകളിലും 4 താഴെ 4. അപ്പൊ സാധാരണ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാം. 36 × 625 by 5 × 5 × 6 ചെയ്യാം.
6 വെട്ടിപ്പോവും. 6 25. 25 × 6 150 ആണ് ആൻസർ. ആൻസർ സി ആണ് ആൻസർ, 150. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ബ്ലഡ് റിലേഷൻ ആണ് വരുന്നത്. ആനന്ദിന്റെ അച്ഛന്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ ഭാര്യയാണ് നിഷ. എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം. നമ്മൾ ബ്ലഡ് റിലേഷൻ ചെയ്യുമ്പോൾ ഒരു ഫാമിലി ട്രീ വരച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ആനന്ദിന്റെ അച്ഛൻ, ആനന്ദ് നമ്മളിപ്പോ എ എന്ന് കൊടുത്തു. ആനന്ദിന്റെ അച്ഛനായതുകൊണ്ടാണ് ഞാൻ ഫാദർ കൊടുത്തത്. അപ്പം മെയിൽസിന് നമ്മൾ പ്ലസും ഫീമെയിൽസിന് നമ്മൾ നെഗറ്റീവ് മീൻസ് മൈനസ് ഇടും, ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഫാദർ, ആനന്ദിന്റെ അച്ഛനുണ്ട്. അച്ഛൻ 2 സഹോദരിമാരുണ്ട്, രാഖിയും രേണുവും. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. രാഖിയും രേണുവും രണ്ടും ഫീമെയിൽസ് ആയിട്ട് നമ്മൾ മൈനസ് ഇട്ടു. ഓക്കെ, അപ്പം അച്ഛന്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകന്റെ ഭാര്യയാണ് നിഷ. രാഖിയുടെ, ഇതാണ് രാഖിയുടെ അമ്മ. നമുക്ക് മദർ ഒന്ന് കൊടുക്കാം. അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ആനന്ദിന്റെ അച്ഛൻ തന്നെയാണ്. ഇവർക്ക് ബാക്കി 2 പെൺകുട്ടികളല്ലേ. അപ്പൊ ഒരാള് ഫാദർ ഇവിടെ ആനന്ദിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മയുടെ ഒരേ ഒരു മകൻ ഇതാണ്. മകന്റെ ഭാര്യയാണ് നിഷ. നമ്മള് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഭാര്യയാണ് നിഷ. ഭാര്യ നിഷ ആയതുകൊണ്ട്, ഫീമെയിൽ ആയതുകൊണ്ട് നമ്മൾ മൈനസ് കൊടുത്തു. എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം എന്താണ്? മകനാണ്. ഇതിപ്പോ അമ്മയാണ്, ആനന്ദിന്റെ അമ്മയാണ് നിഷയായിട്ട് വരുന്നത്. അപ്പൊ ആൻസർ മകനാണ്. എ ആണ് ആൻസർ. ഫാമിലി ട്രീ വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം കിട്ടും. അല്ലാതെ ഇതും ചോദിക്കും. പിന്നെ ഒരു ഫോട്ടോയിൽ പോയിന്റ് ചെയ്തിട്ട് ഇന്ന ആളിന്റെ അത് ചോദിക്കും. പിന്നെ ഇങ്ങനെ ബ്ലഡ് റിലേഷൻ നേരെയും ചോദിക്കും. ഇത് രണ്ടുമാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കോഡിംഗ് ആണ് അടുത്ത്. ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്ക് ETTPA എന്ന് സൂചിപ്പിക്കാമെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിനെ എങ്ങനെ സൂചിപ്പിക്കാം? സെയിം ക്വസ്റ്റ്യൻ LDC TVM-നും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നതെന്ന് ആദ്യം നോക്കുക. സ്പെല്ലിംഗ് വെച്ച് തന്നെ നമുക്ക് നോക്കാം. ആദ്യം എ ആണ്. എയും ഇയും തമ്മിൽ എന്താണ്? ABCDE 4. എയും ഇയും തമ്മിൽ +4 ആണ്. പിയും ടിയും തമ്മിലും +4 ആണ്. അടുത്തും പിയും ടിയും തമ്മിൽ +4 ആണ്. എല്ലും പിയും തമ്മിലും +4 ആണ്. അപ്പൊ 4 അക്ഷരങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. 4 ആണ്. ഇതും തമ്മിലും 4 ആണ്. ഇയും ഐയും തമ്മിലും +4 ആണ്. അപ്പൊ അതുപോലെ നമുക്ക് ഓറഞ്ച് എഴുതാം. ഓറഞ്ച് എഴുതുമ്പോൾ നമുക്ക് ആൻസർ OS കിട്ടും. R+4 എന്ന് പറയുമ്പോൾ V, A+4 എന്ന് പറയുമ്പോൾ E, SV. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. N+4 എന്ന് പറയുമ്പോൾ R. അപ്പോൾ ഇത് പോയി, ഇത് മാത്രമേ ഉള്ളൂ. ഫുള്ള് ചെയ്യണമെന്നില്ല, നമ്മൾ ഓപ്ഷനിൽ നോക്കി ചെയ്യാവുന്നതാണ്. അപ്പൊ ആൻസർ A ആണ്. +4 ആണ്. അപ്പൊ എല്ലാം ഏതെങ്കിലും നമ്പർ കൂട്ടിയോ കുറച്ചോ എങ്ങനെയെങ്കിലും ഒക്കെ ആയിരിക്കും കോഡിംഗ് വരുന്നത്. LDCക്ക് സിമ്പിൾ ആയിരിക്കും. അപ്പൊ 2 LDCക്കും ഉണ്ടായിരുന്നു, ഇനിയുള്ള LDCക്കും പ്രതീക്ഷിക്കാം. അടുത്ത് ഒരു എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ്. 60 km/h സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? ശ്രദ്ധിക്കുക, 60 km/h ആണ് ക്വസ്റ്റ്യനില്. ആൻസറിലെല്ലാം സെക്കൻഡ് ആണ് കിടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? km/h m/s ആക്കുക. km/h എങ്ങനെയാണ് m/s ആക്കുന്നതെന്ന് ചോദിച്ചാല് 5/18 ആണ്. 5/18 ചെയ്യുമ്പോൾ m/s ആവും. ചെയ്യുമ്പോൾ 50/3 m/s എന്ന് കിട്ടും. അപ്പൊ അതാണ് നമ്മളെ m/s. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 200 എന്ന ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അടുത്ത് കണ്ടുപിടിക്കേണ്ട ടൈം ആണ്. സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമ്മുടെ ഫോർമുല. നമുക്ക് ടൈം കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? 200 ആണ്. ബൈ 50/3. 50/3 ഡിവിഷൻ ആയതുകൊണ്ട് ഇപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ചെയ്യും. 4 3 12 സെക്കൻഡ് ആണ് ആൻസർ.
ബി ആണ് ആൻസർ, 12 സെക്കൻഡ്. ഓക്കെ ഓക്കെ. അപ്പൊ കിലോമീറ്റർ പെർ മണിക്കൂർ നിങ്ങൾ ഓപ്ഷൻ കൂടെ നോക്കുക, അതിൽ സെക്കൻഡിലാണോ മണിക്കൂറിലാണോ കിടക്കുന്നതെന്ന് നോക്കുക. കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുക, 5/18 ചെയ്യുക. തിരിച്ചാക്കാനാണെങ്കിൽ 18/5 ചെയ്യുക. അടുത്തത് 15 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എത്രയായിരിക്കും? അതായത് ഒരു ലോഹഗോളം ഉണ്ട്, സ്ഫിയർ ഉണ്ട്, അതിന്റെ ആരം റേഡിയസ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. അതിനെ ഉരുക്കി 27 എണ്ണം ആക്കി, തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി 27 എണ്ണം. അതിന്റെ റേഡിയസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിഞ്ഞിരിക്കണം. 4/3 πr³ ആണ്, എല്ലാവർക്കും അറിയായിരിക്കും. 4/3 πr³ ആണ് സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള. അപ്പോൾ നമ്പർ ഓഫ് സ്ഫിയേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താണ്, വലിയ ഗോളത്തിന്റെ വോളിയം ബൈ ചെറിയ ഗോളത്തിന്റെ വോളിയം ചെയ്യാം. അപ്പോൾ വലിയ ഗോളത്തിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. 4/3 πr³. ഇവിടെ 6 എന്ന് പറയുന്നത് വലിയ ഗോളത്തിന്റെ 15 ആണ്. അപ്പൊ 15 × 15 × 15 ഡിവൈഡഡ് ബൈ വീണ്ടും 4/3 πr³ ആണ് ചെറിയ ഗോളത്തിന്റെ. 6 നമുക്ക് അറിയില്ല, സോ നമ്മൾ 6 × 6 × 6 എന്ന് എഴുതി. 6 നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ഈക്വൽ ടു വലിയ സ്ഫിയറിന്റെ വോളിയം ബൈ ചെറിയ സ്ഫിയറിന്റെ വോളിയം ആണ്. അപ്പൊ നമുക്ക് രണ്ട് ഫോർമുല അറിയാം. അത്രയാണ് നമ്പർ ഓഫ് സ്ഫിയേഴ്സ് എന്ന് പറയുന്നത് 27 ആണെന്ന് പറയാം. 4/3 π വെട്ടിപ്പോവും, ഇവിടെയും 4/3 π വെട്ടിപ്പോവും. ഇനി എന്താ ഉള്ളത്? 15 × 15 × 15 ഡിവൈഡഡ് ബൈ r³ ഈക്വൽ ടു 27 ആണുള്ളത്. അപ്പൊ നമുക്ക് 27 ഇപ്പുറത്ത് കൊണ്ടുവരാം. 15 × 15 × 15/27 ആണ്. അപ്പോൾ 9 5 വെട്ടിപ്പോവും, 3 5. അപ്പോൾ എന്താണ് കിട്ടിയത്? 3 5 കിട്ടി. ഈക്വൽ ടു എന്താണ്? r³ ആണ് വരുന്നത്. അപ്പോൾ 5³ ഈക്വൽ ടു r³ എന്ന് കിട്ടി. r ഈക്വൽ ടു 5 ആണ് ആൻസർ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ബി ആണ്. അപ്പോൾ എന്താണ്, നമ്പർ ഓഫ് സ്ഫിയേഴ്സ് കാണാൻ വലിയ വോളിയം ബൈ ചെറിയ വോളിയം, വലിയ സ്ഫിയറിന്റെ വോളിയം ബൈ ചെറിയ സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഫോർമുല 4/3 πr³ ആണ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ 10 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് പഠിക്കുക, ഇതൊന്ന് എക്സ്പ്ലെയിൻ നന്നായിട്ടൊന്ന് പഠിക്കുക. LDC ട്രിവാൻഡ്രത്തിന്റെ മാത്സ് മെന്റലിറ്റിന്റെയും എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് രണ്ടും ഒന്ന് പഠിക്കുക. എന്നിട്ട് അടുത്ത എക്സാമിന് പോകുന്നുണ്ട്, അത് രണ്ടും നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ താങ്ക് യു.